ഇന്നപ്പോൾ താണ്ട ഒരു മത്തിക്കറി വെക്കാൻ പോവുകയാണേ. മത്തി എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഒമാൻ മത്തിയുടെ സൈസുണ്ട്. മത്തിയൊക്കെ നല്ല സൈസ് മത്തിയാണ് കിട്ടുന്നത് ഇപ്പോൾ കേട്ടോ. ഇപ്പോൾ എല്ലാവരും കൂടെ മത്തിയൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കുകയാണേ. എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കി എടുക്കാം. കൂടെ കുറച്ച് അയിലയും ഒരു വലിയ ചെങ്കലവും കിട്ടിയിട്ടുണ്ട്. അതും കൂടെ വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ കഴുകിയെടുക്കാം. ആണ്ടാ വലിയ ചെങ്കല താണ്ടേ, പിന്നെ അയിലയുണ്ടേ. ഇനി നല്ല വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാൻ പോവുകയാണ്. എല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി കറി വെക്കാൻ പോവുകയാണ്. ഇനി നമ്മുടെ സ്ഥിരം മസാലകളെല്ലാം ഇട്ട് കുറച്ച് വടക്കംപുളിയും കൂടെ ഒഴിച്ച് കൊടുത്ത് ഗ്രേവി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഫിഷ് മസാലയും കുരുമുളക് പൊടിയും കൂടെ അധികം ഇട്ട് കൊടുക്കാം. ഇനി ഗ്രേവിയൊക്കെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് മത്തി വാരി ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് നമ്മളെ ആ ചെങ്കലവായും 2-3 അയിലയും കൂടെ ഉണ്ട്. അതും കൂടെ പെറുക്കിയിട്ട് കൊടുക്കാം. കറി തിളച്ചിട്ടുണ്ട്. നല്ലതുപോലെ വെട്ടി തിളക്കി വേണേ. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവർക്കും വിളമ്പി കൊടുക്കാൻ പോവുകയാണ്. എല്ലാവർക്കും നല്ല രീതിയിൽ വിളമ്പി കൊടുക്കുവാണ്. ഒരാൾക്കൊരു 5-6 മത്തിയും പിന്നെ ഒരു അയിലയും ഒക്കെ ഉണ്ട്. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ വള്ളത്തിലെ ഉച്ചയൂണ് നല്ല വലിയ മത്തിക്കറിയും ചൂട് ചോറും. ഇനി അയില ആരും ചോദിക്കല്ലേ, അയില ഇല്ല. സ്പെഷ്യലുള്ള ആളാ.